ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കൊല്ലത്ത് കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിടിഞ്ഞ് 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേരാണ്. അർച്ചന എന്ന യുവതിയെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുമ്പോഴാണ് സോണി എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മേൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത്. കരയ്ക്ക് നിന്ന് അർച്ചനയുടെ ആൺസുഹൃത്ത് ശിവയും കിണറ്റിലേക്ക് വീണു മരിച്ചു. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായതെന്നാണ് ലഭിക്കുന്ന വിവരം. ദിലീപ് ദേവസ്യയുടെ വിശദാംശങ്ങൾ നൽകാൻ. ദിലീപ്, ദാരുണമായ സംഭവമാണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ശ്രുതി, ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് സംഭവം പുറം ലോകം അറിയുകയും ചെയ്തത്. അർച്ചനയായിരുന്നു ആദ്യം കിണറ്റിൽ വീണത് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. പിന്നീട് അർച്ചനയുടെ ഒരു ആൺസുഹൃത്തും ഉണ്ടായിരുന്നു. ആൺസുഹൃത്തിനെ വീണു. ആൺസുഹൃത്തിനെയും കൂടെ രക്ഷിക്കാൻ, ശിവകൃഷ്ണൻ എന്ന ആൺസുഹൃത്തിനെയും രക്ഷിക്കാനായി ഇറങ്ങിയ കിണറ്റിൽ കുടുങ്ങി എന്നുള്ള വിവരം അഗ്നിരക്ഷാ സേനയ്ക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള യൂണിറ്റിൽ നിന്ന് എത്തുന്നത്, ഫയർഫോഴ്സ് എത്തുന്നത്. സോണി എസ് കുമാർ എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം എത്തുന്നു. അദ്ദേഹം ഇറങ്ങുന്നു. അപ്പോഴേക്കും മണ്ണിടിയുകയായിരുന്നു. മണ്ണിടിഞ്ഞ് 3 പേരുടെയും ദേഹത്തേക്ക് വീണു. അങ്ങനെ 3 പേരെയും പുറത്തേക്ക് എടുക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. ഒടുവിൽ പുലർച്ചെ 5 മണിയോട് കൂടെ തന്നെ 3 പേരുടെയും മൃതദേഹം പുറത്തെടുക്കുകയുണ്ടായി. 3 പേരും ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആദ്യം ഈ കിണറ്റിൽ വീണത് അർച്ചനയായിരുന്നു. തൊട്ടു പിന്നാലെ ആണ് ശിവകൃഷ്ണൻ വീണത്. അതിനുശേഷം ഇവർ 2 പേരും രക്ഷിക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞിരിക്കുന്ന സോണി എസ് കുമാർ. അങ്ങനെ സോണി എസ് കുമാർ അടക്കം 3 പേരാണ് ഇപ്പോൾ ഈ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. എന്തായാലും 3 പേരുടെയും മൃതദേഹം പുറത്തേക്ക് എടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ശ്രുതി, ഓക്കെ ദിലീപ്, 4 മണിക്കൂറോളം എടുത്തു പുറത്തേക്ക് എടുക്കാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെ ആദ്യഘട്ടത്തിൽ അർച്ചന കിണറ്റിലേക്ക് ചാടിയ സമയത്ത് അതിനുശേഷം എത്ര പേരുണ്ടായിരുന്നു അവിടെ ഈ പുറത്തേക്ക് എടുക്കാനുള്ള ദൗത്യത്തിൽ? ഈ ദാരുണാന്ത്യത്തിലേക്ക് 3 പേരുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? ഇക്കാര്യത്തെ കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം എന്തിനാണ് ഈ കിണറ്റിൽ ചാടിയതാണോ കിണറ്റിലേക്ക് വീണതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഈ 3 പേര്, അതായത് 2 പേരെ രക്ഷിക്കണം എന്ന നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിയത്. അങ്ങനെ ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തത്. ഇപ്പോൾ 3 പേരുടെ മൃതദേഹം പുറത്തേക്ക് എടുത്തു എന്നുള്ള വിവരം ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. കൊല്ലത്താണ് കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിടിഞ്ഞ് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ദിലീപ്, ഈ പറഞ്ഞ പോലെ മണിക്കൂറുകൾ എടുത്തു അവരെ പുറത്തേക്ക് എത്തിക്കാൻ. ആദ്യഘട്ടത്തിൽ ഒരു യുവതിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അത് വിഫലമായെന്ന് മാത്രമല്ല 2 ജീവൻ കൂടി പൊലിയുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും അടുത്ത ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഇവരെ മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, അപ്പോൾ തന്നെ, അതായത് 1:30 കൂടെ തന്നെ വിവരം പുറംലോകം അറിയിക്കുകയും അപ്പോൾ തന്നെ കൊട്ടാരക്കര ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരക്കര ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടെ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നു. ഈ സമയത്താണ് കിണറ്റിന്റെ ആൾമറ ഇടിയുകയും കിണറ്റിലേക്ക് മണ്ണ് എത്തുകയും ചെയ്തു. അപ്പോഴേക്കും സോണി എസ് കുമാർ, ഇദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ മുകളിലേക്ക് അടക്കം, അതായത് കിണറ്റിൽ കിടക്കുന്ന യുവതിയുടെയും യുവാവിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് 3 പേരുടെയും ദേഹത്തേക്ക് മണ്ണിടിയുകയായിരുന്നു. അങ്ങനെ ഈ 3 പേരും ഈ മണ്ണിനടിയിൽ പെട്ടു എന്നുള്ളതാണ്. പിന്നീട് രക്ഷാപ്രവർത്തനം കൂടുതൽ വിഫലമായി. കാരണം 3 പേരെയും രക്ഷിക്കുക എന്നുള്ളത് പ്രയാസമായിരുന്നു. മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് അപകടമുണ്ടാകുമെന്നുള്ള വിവരം വരുന്നു. അങ്ങനെ എല്ലാവർക്കും രക്ഷാപ്രവർത്തനം അല്പം വിട്ടുനിൽക്കേണ്ടി വന്നു. മണ്ണിടിയുന്ന സാഹചര്യങ്ങൾ എത്തിയപ്പോഴാണ് അല്പം കൂടി സമയമെടുത്തത്. അങ്ങനെ ഏറെ സമയത്തിന് ഒടുവിൽ 3 പേരെയും പുറത്തേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ദിലീപ്, ഇത് അപകടാവസ്ഥയിലായിരുന്ന ആ കിണറായിരുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിലാണല്ലോ ഈ കിണർ ഇടിഞ്ഞത്. അപ്പോൾ കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
പുതിയ അക്കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കിണറിൽ ഒരുപക്ഷെ ആളുകൾ കൂടിയതുകൊണ്ട് മണ്ണിടിയാനുള്ള സാധ്യതയാണോ, അല്ലെങ്കിൽ നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ കാലപ്പഴക്കമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഈ ആദ്യം യുവതി കിണറ്റിൽ വീണു എന്നുള്ളത് ഈ യുവാവ് ആണ് ആദ്യം പുറത്തേക്ക് അറിയിക്കുന്നത്. പിന്നെ യുവാവും എടുത്ത് കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും രക്ഷിക്കാനായിട്ടാണ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കര ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്ന് ഫയർമാനായ സോണി എസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മണ്ണ് 3 പേരുടെയും ദേഹത്തേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നമുക്ക് ആ നാട്ടുകാരുടെ പ്രതികരണമുണ്ട്, ആ പ്രതികരണം കൂടെ പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കൂടെ വ്യക്തത വരുന്നതാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. മണ്ണിടിയുകയായിരുന്നു എന്നുള്ളതടക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പറയുന്നു. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് 3 പേർക്ക് ദാരുണ അന്ത്യം സംഭവിച്ചത്. എന്തായാലും 3 പേരുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് പറഞ്ഞ പോലെ പ്രതികരണവും ഒപ്പം നമുക്ക് അവിടെ എന്താണ് സംഭവിച്ചത്, അവിടുത്തെ ഒരു കാര്യങ്ങളടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 3 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം. അത് ഇപ്പോൾ ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നു, ഈ അർച്ചന അത് കിണറ്റിലേക്ക് ചാടിയതാണോ അതോ അബദ്ധത്തിൽ വീണതാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാലും ആ സംഭവത്തിന് ശേഷം അവിടെ സുഹൃത്തടക്കം അല്ലെങ്കിൽ ആളുകളടക്കം കൂടിയിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നും മനസ്സിലാക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇത് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആദ്യം അർച്ചനയായിരുന്നു കിണറ്റിൽ വീണത് എന്നുള്ള വിവരം ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണയ്ക്ക് കിണറ്റിലേക്ക് അകപ്പെടുന്നത്. ഈ 2 പേരെയും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി എസ് കുമാർ ഉൾപ്പെടെ കിണറ്റിൽ അകപ്പെടുന്നത്. അങ്ങനെ ഇവരെയും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ അപകടം 3 പേർക്കും സംഭവിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും 3 പേരെയും പുറത്തെടുത്തിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നെ പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോകുമെന്നുള്ള വിവരം കൂടി നമുക്ക് പ്രതികരണത്തിലേക്കൊന്ന് പോയി വരാം. ഏകദേശം എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു സാറേ ഈ സംഭവം അറിഞ്ഞത്? സമയം ഏകദേശം ഒരു 1:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കൊട്ടാരക്കര സ്റ്റേഷനിലൊരു സ്ത്രീ കിണറ്റിൽ വീണ മെസ്സേജ് കിട്ടിയിരുന്നു. അങ്ങനെ അവർ വന്ന് റെസ്ക്യൂ ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. റെസ്ക്യൂ നടത്തിയിട്ട് ആ സ്ത്രീയെ രക്ഷപ്പെടുത്തിയ സോണിക്ക് എന്നൊരു ഫയർമാനും കൂടി ഈ നെറ്റിൽ വരുന്ന വഴിക്ക് കിണറ്റിൻ്റെ പാലവും അതുപോലെ തന്നെ ബാരിയേഴ്സും കൂടി ഇടിഞ്ഞ് വീണ് 2 പേരും കൂടി അതോടൊപ്പം തന്നെ ആ കിണറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരാളും കൂടി ഇതിലകപ്പെടുകയായിരുന്നു. അതിനുശേഷം നമ്മുടെ ടീം ആദ്യം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൾ മരണപ്പെട്ടതായി അറിയാൻ കഴിയും. അതിനുശേഷം ഈ സ്ട്രെച്ചറിനടിയിൽ കിടന്ന 2 പേരെയും നമ്മൾ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഈ മരിച്ചിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഏത് സ്ഥലം? അദ്ദേഹം തിരുവനന്തപുരം ആണ് അദ്ദേഹത്തിൻ്റെ വീട്. സോണി എസ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏത് യൂണിറ്റിൽ? കൊട്ടാരക്കര യൂണിറ്റ്. എപ്പോഴാണ് സാറേ ഏകദേശം ഇത് അറിഞ്ഞത്? ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പം കൊല്ലം യൂണിറ്റിൽ ഏകദേശം കുണ്ട്രയിൽ നിന്നാണ്. ഇപ്പോൾ ഇത് കൊട്ടാരക്കരയുടെ കോളായിരുന്നു ഇത്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് കുണ്ട്രയിൽ അറിയിച്ചു. അപ്പോൾ കുണ്ട്രയിൽ നിന്ന് അവരെ വിളിച്ചപ്പോൾ നമ്മൾ കൊല്ലത്തൂടെ അവരെ അറിയിച്ചതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണി കഴിഞ്ഞിട്ടാണ് നമ്മളെ അറിയിക്കുന്നത്. നമ്മളെ അറിയിക്കുമ്പോൾ ഇതാണ് അപകടം പറ്റി. നമ്മളൊരു ജീവനക്കാരൻ 2 പേര് കിണറ്റിലകപ്പെട്ടു. അവരെ രക്ഷിക്കാനിറങ്ങി നമ്മുടെ ജീവനക്കാരൻ അപകടപ്പെട്ടു. അപ്പോൾ അത് കാരണം കുണ്ട്രയ്ക്ക് കോൾ വന്നു. ആ കുണ്ട്ര നമ്മുടെ സഹായത്തിന് അഭ്യർത്ഥിച്ചു. അങ്ങനെ നമ്മൾ കൊല്ലത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി. നമ്മുടെ ക്രൂ അവിടെ നിന്ന് അന്നേരം പുറപ്പെട്ടായിരുന്നു. പുറപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഏകദേശം കാണുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നല്ല താഴ്ചയുണ്ട്. ഏകദേശം 50 മീറ്റർ അടുപ്പിച്ചോളം താഴ്ചയുള്ള കിണറായിരുന്നു. ഓക്കെ, ദിലീപ് ദേവസ്യ, ദിലീപ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് വീടിന് തൊട്ടു മുന്നിൽ തന്നെയാണ് ആ കിണറുള്ളത്. അത് ഇടിഞ്ഞു വീണ് ആണ് ആ 3 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ നല്ല താഴ്ചയുള്ള കിണറാണെന്ന് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ പ്രതികരണങ്ങൾ അടക്കം എടുക്കാം. എന്താണ് മനസ്സിലാക്കാം കൂടുതൽ കാര്യങ്ങൾ? കിണറിലാണ് ഇന്നലെ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെയാണ് മണ്ണിടിഞ്ഞടക്കം അപകടം നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കിണറിൻ്റെ ആൾമറയെല്ലാം തന്നെ പൊളിച്ചിട്ടിട്ടുണ്ട്. ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനടക്കം ചെയ്തുകൊണ്ടിരിക്കും. നമ്മളോടൊപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ചേരുന്നുണ്ട്. സാർ എന്താ സംഭവിച്ചത്? എന്ത് സാർ? ഞാൻ വിളിക്കാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അവരുടെ സഹപ്രവർത്തകനാണ് മരിച്ചതെന്ന് അറിയാം. സാറേ എന്താ സംഭവിച്ചത്?
സംഭവിച്ചത് നമുക്ക് രാത്രി ഏകദേശം ഒരു 12 മണിയോടെ ഒരു സ്ത്രീ കിണറ്റിൽ ചാടിയെന്നൊരു മെസ്സേജ് കിട്ടുന്നു നമ്മൾ. അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് കൊട്ടാരക്കര ഫയർ നല്ല തിരക്കിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. മഴയും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. വേറെ വേറെ കോറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ഇത് വന്നു. നമ്മളൊരു 12:30 ഈ സ്പോട്ടിലെത്തിയപ്പം സ്ത്രീ ജീവനോടെ കിണറ്റിലുണ്ട്. നമ്മൾ രക്ഷപ്പെടുത്താനായിട്ട് ജീവനുള്ള ആളാകുമ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ സോണി എന്ന് പറയുന്ന ജീവനക്കാരനെ BS ധരിപ്പിച്ച്, എന്നുവെച്ചാൽ ഓക്സിജൻ്റെ കുറവുണ്ടായിരുന്നു. BS ധരിപ്പിച്ച് പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് പുള്ളി ഇറക്കി താഴെ ചെന്ന് പുള്ളി ഈ സ്ത്രീ എടുത്ത് മുകളിലോട്ട് വരാൻ നേരം പുള്ളിയുടെ ഹസ്ബൻഡാണോ ആരോ ഒരാൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. മദ്യമൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്ന ആൾ. പുള്ളി അവിടെ ഉണ്ടായിരുന്ന ക്രോസ് ബാറില്ലേ, പാലത്തെ പിടിച്ചൊക്കെ തോന്നി നിൽക്കുമായിരുന്നു. അതിനകത്ത് ഒരു ഉറപ്പില്ലായിരുന്നു. ഇത് ചാരി എന്നിട്ട് ഈ എന്താ പറയുക ഫെൻസിങ് ഇടിച്ച് അകത്തേക്ക് ഇട്ടു. ജീവനക്കാരൻ്റെ മുകളിൽ വീണു, ആ സ്ത്രീയുടെ മുകളിൽ വീണു, അയാളും കൂടെ അതിൻ്റെ കൂടെ വീണു. 3 പേരും മണ്ണിടിഞ്ഞു. ഇത് ഈ മതിൽ ഈ ഫെൻസിങ് ഇടിഞ്ഞു പോയി മരണപ്പെട്ടു. നമ്മുടെ ജീവനക്കാരൻ റോപ്പിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് റോപ്പിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റി. നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പുള്ളിയുടെ ബ്രെയിൻ എല്ലാം പൊട്ടി തലച്ചോറ് വെളി വന്ന അവസ്ഥയിലായിരുന്നു. തല പൊട്ടി തലച്ചോറ്. ഈ വീട്ടുകാരാണോ? ഈ വീട്ടുകാരാണ്. നമുക്ക് അവരെയൊന്നും അറിയത്തില്ല. നമുക്ക് കോള് കിട്ടി കൊട്ടാരക്കര ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ. സോണി എസ് കുമാറാണ് മരിച്ചത്. ആറ്റിങ്ങൽ സ്വദേശിയാണ്. അദ്ദേഹം കൊട്ടാരക്കര ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ആദ്യം കിണറ്റിൽ വീണത് അർച്ചനയായിരുന്നു. അർച്ചനയെ രക്ഷിക്കാനായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം ആ കിണറ്റിൽ ഇറങ്ങി റോപ്പ് വെച്ച് പൊന്തിക്കുന്നതിനിടയിൽ ആണ് പൊന്തിച്ച് മുകളിലെത്താൻ സമയത്ത് അപ്പോൾ തന്നെ ഈ അതായത് അർച്ചനയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ആൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അദ്ദേഹം കിണറ്റിലേക്ക് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീഴുന്നു. അങ്ങനെ 3 പേരും ആ കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ